എന്തായാലും ആം ആദ്മി പാർട്ടി പ്രവർത്തകരും അരവിന്ദ് കെജ്രിവാളും മാത്രമല്ല രാഷ്ട്രീയ കേന്ദ്രങ്ങൾ മുഴുവൻ സുപ്രീം കോടതിയിലേക്ക് ഉറ്റുനോക്കുകയാണെന്ന് 10:30-ക്കാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത്. കെ കവിതയുടെ ഹർജിയും പരിഗണിക്കുന്നുണ്ട്. ഈ സമയം അതായത് ആം ആദ്മി പാർട്ടിയെയും ഇന്ത്യ എന്ന പ്രതിപക്ഷ സഖ്യത്തെയും പ്രതിപക്ഷ ചേരിയെയും ആകെ പ്രതിസന്ധിയിലാക്കിയ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നീക്കത്തിലേക്ക് എത്തിച്ച ഈ മദ്യനയ അഴിമതി കേസ് അതെന്താണെന്ന് വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു നാൾ വഴി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. നാൾ വഴികളിലേക്ക് വളരെ പെട്ടെന്നൊന്ന് തിരികെ പോവുകയാണ്. 2020-21 കാലയളവിലാണ് പുതിയ മദ്യനയം അരവിന്ദ് കെജ്രിവാൾ സർക്കാർ ഡൽഹിയിൽ പ്രഖ്യാപിക്കുന്നത്. അതായത് അതുവരെ തുടർന്ന് വന്നിരുന്ന ഒരു മദ്യനയം പിൻവലിച്ചുകൊണ്ട് കുറെ കൂടി ചില്ലറ വ്യാപാരത്തിൽ ഈ ചെറുകിട കമ്പനികൾക്ക് കുറെ കൂടി പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു മദ്യനയത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതാക്കൾ അനധികൃത ഫണ്ട് സ്വരൂപിക്കുന്നതിനും തങ്ങളിലേക്ക് തന്നെ എത്തിക്കുന്നതിനുമായ എക്സൈസ് നയമാണ് സൃഷ്ടിച്ചത് എന്ന് ഈ നയം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ തോതിലുള്ള ആരോപണം ഉയരുന്നു. അത് BJP-യുടെ ഭാഗത്തുനിന്നും ഉയരുന്നു, മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉയരുന്നു. അതിന് തൊട്ടു പിന്നാലെ 2021 നവംബർ 17-ന് അന്വേഷണത്തിന് ഈ മദ്യനയത്തിൽ വലിയ അഴിമതിയുണ്ട്, വലിയ കുംഭകോണമാണ് നടന്നതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർ അന്വേഷണത്തിന് ഉത്തരവിടുന്നതാണ് നമ്മൾ കാണുന്നത്. 2022 ജൂലൈ 8-ലേക്ക് എത്തുമ്പോൾ കോടികളുടെ അഴിമതിയെന്ന് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. അതായത് ഇതിലൊരു പ്രാഥമിക അന്വേഷണം ചീഫ് സെക്രട്ടറി നടത്തുകയും കോടികളുടെ അഴിമതിയും കുംഭകോണവും ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് ചീഫ് സെക്രട്ടറി കണ്ടെത്തുകയും അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ജൂലൈ 8-ന്. ജൂലൈ 31-ലേക്ക് എത്തുമ്പോൾ ഈ മദ്യനയം പിൻവലിക്കുകയാണ്. അതായത് വലിയ തോതിൽ വിവാദമാകുന്നു, ആരോപണ വിധേയമാകുന്ന മദ്യനയം വളരെ പെട്ടെന്ന് തന്നെ അരവിന്ദ് കെജ്രിവാളിന് പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യം. നേരത്തെ ഉണ്ടായിരുന്ന മദ്യനയത്തിലേക്ക് തന്നെ സംസ്ഥാനം പോവുകയും ചെയ്യുന്നു. 2022 ഓഗസ്റ്റ് 17-ലേക്ക് എത്തുമ്പോൾ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയക്കെതിരെ കേസ് വരികയാണെന്ന് വെച്ചാൽ അതായത് ഈ ലഫ്റ്റനന്റ് ഗവർണർ അന്വേഷണത്തിന് ഉത്തരവിടുന്നു, ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകുന്നു, അതിന് പിന്നാലെ വിവിധ ഏജൻസികളുടെ അന്വേഷണം തുടങ്ങുന്നു. ഒപ്പം മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം സ്കെച്ചിട്ടിരുന്നത്. അതനുസരിച്ച് മനീഷ് സിസോദിയക്കെതിരെ കേസെടുക്കുന്നത് നമ്മൾ കാണുന്നു. ഓഗസ്റ്റ് 17-ന് ഓഗസ്റ്റ് 17-ന് തന്നെ 15 പേർക്കെതിരെ കേസെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷവും കൂടി ഉണ്ടാകുന്നു. ഓഗസ്റ്റ് 22-ലേക്ക് എത്തുമ്പോൾ മദ്യനയ അഴിമതിയിൽ ED-യുടെ ഇടപെടൽ ഉണ്ടാകുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെടുന്നു, ED-യും കേസെടുക്കുന്നു. വെച്ചാൽ ഏജൻസി, അതായത് കേന്ദ്ര സർക്കാർ ആദ്യം വിട്ട ഏജൻസി, മദ്യനയ അഴിമതി കേസ് അന്വേഷിക്കാൻ വിട്ട ആദ്യ ഏജൻസി, ഇതിൽ CBI അന്വേഷണം നടത്തിയിരുന്നു. ആദ്യം വിട്ടത് ED ആയിരുന്നു. ED കേസെടുക്കുന്നത് ഓഗസ്റ്റ് 22-നാണ്. മനീഷ് സിസോദിയെ CBI ചോദ്യം ചെയ്ത് പിന്നീട് ED വന്നതിന് തൊട്ടു പിന്നാലെ CBI-യും ഡൽഹിയിലേക്ക് എത്തുന്നു. ഒക്ടോബർ 17-ന് ഉപമുഖ്യമന്ത്രി കൂടിയായി മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്ത് വലിയൊരു ആഘാതം, വലിയൊരു തിരിച്ചടി ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കുന്നുവെന്ന് അന്നും ആം ആദ്മി പാർട്ടി നേതാക്കളും അരവിന്ദ് കെജ്രിവാളും ഒക്കെ പറഞ്ഞത് ഇതിനകത്ത് ഒരു തരത്തിലുള്ള അഴിമതിയും കുംഭകോണവും നടന്നിട്ടില്ല. കുറെ കൂടി മദ്യ വിതരണം സുതാര്യമാക്കുക എന്നുള്ളതിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു മദ്യനയം ആവിഷ്കരിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കണമെന്ന് അന്ന് തന്നെ അരവിന്ദ് കെജ്രിവാളൊക്കെ വെല്ലുവിളിച്ചതാണ്. പക്ഷേ CBI അന്വേഷിക്കുന്നു. മനീഷ് സിസോദിയെ CBI ചോദ്യം ചെയ്യുന്നതാണ് നമ്മൾ ഒക്ടോബർ 17-ന് കാണുന്നത്. 2023-ലേക്ക് വരുമ്പോൾ ഫെബ്രുവരി 26-ന് സിസോദിയെ CBI അറസ്റ്റ് ചെയ്യുന്നു. അത് പ്രതിപക്ഷ അന്ന് ഇന്ത്യയിലേക്ക് കാര്യമായ രീതിയിൽ, ഇന്ത്യ സഖ്യത്തിലേക്ക് കാര്യമായ രീതിയിൽ ആം ആദ്മി പാർട്ടി ചേർന്നിട്ടില്ല. അതിനു മുമ്പേ അരവിന്ദ് കെജ്രിവാളിന് വലിയ ആഘാതവും തിരിച്ചടിയും മുഖത്തടിയുമായിരുന്നു സിസോദിയെ CBI അറസ്റ്റ് ചെയ്ത നീക്കം. 2023 മാർച്ചിലേക്ക് എത്തുമ്പോൾ മനീഷ് സിസോദിയെ ED-യും അറസ്റ്റ് ചെയ്യുന്നു. വെച്ചാൽ ആദ്യം ഇതിൽ കേസിൽ ഇടപെടുന്ന ഏജൻസി ED ആയിരുന്നു, പിന്നീട് CBI വരുന്നു. ആദ്യം ചോദ്യം ചെയ്യുന്ന CBI ആണ്, ആദ്യം അറസ്റ്റ് ചെയ്തതും CBI ആണ്. പക്ഷേ പിന്നാലെ ED-യും മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നു. 2023 മാർച്ച് 11-ലേക്ക് എത്തുമ്പോൾ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ, അതായത് BRS നേതാവ് കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കേസിൽ ഈ മദ്യനയ അഴിമതിയിൽ പങ്കുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആരോപിച്ചുകൊണ്ട് കെ കവിതയെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ CBI ചോദ്യം ചെയ്യുന്നത് 2023 ഏപ്രിൽ 16-നാണ്. പലകുറി നമ്മൾ കണ്ടതാണ്, അരവിന്ദ് കെജ്രിവാളിന് പലകുറി സമൻസ് അയച്ചതാണ് ED. പക്ഷേ ആ സമൻസ് അയച്ച ഘട്ടത്തിലൊന്നും ഹാജരാകാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇതിനിടയിൽ CBI അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. 23 ഒക്ടോബർ 4-ലേക്ക് എത്തുമ്പോൾ APMP സഞ്ജയ് സിംഗ് അറസ്റ്റിലായിരുന്നു. മനീഷ് സിസോദിയയ്ക്ക് ശേഷം
AAPക്കുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയും ആഘാതവും അവരുടെ ഒരു മുതിർന്ന നേതാവായ സഞ്ജയ് സിംഗിനെ കൂടി CBI അറസ്റ്റ് ചെയ്യുന്ന നീക്കമായിരുന്നു. ഒക്ടോബർ 30 എത്തുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ആദ്യ ED സമൻസ് അയക്കുന്നു. പിന്നീട് നിരന്തരം സമൻസ് അയക്കുന്നുണ്ട്. കെജ്രിവാളിന് ED നൽകിയത് 9 സമൻസുകളാണ്. ഒടുക്കം 2024 മാർച്ച് 15 എത്തുമ്പോൾ BRS നേതാവ് ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയെയും ED അറസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായും ഒരു അറസ്റ്റ് കെജ്രിവാൾ പ്രതീക്ഷിച്ചതാണ്. കാരണം 9 വട്ടം സമൻസ് അയച്ചതാണ്. സമൻസിന് ഹാജരായി കഴിഞ്ഞാൽ അറസ്റ്റിലാകുമെന്നുള്ള സൂചന അദ്ദേഹത്തിന് ഉണ്ടായത്. നിയമവർത്തങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള സൂചനകൾ ലഭിച്ചതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സമൻസ് കിട്ടിയിട്ടും ഹാജരാകാൻ തയ്യാറാകാതെ ഒടുക്കം ഇന്നലെ ഹൈക്കോടതി സമൻസ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു ഹർജി നൽകിയിരുന്നു. ആ ഹർജി ഡൽഹി ഹൈക്കോടതിയും തള്ളിയതിന് പിന്നാലെ അദ്ദേഹത്തിന് ഹാജരാകേണ്ടി വരുന്നു. ഇന്നലെ ഹാജരാകുന്നു. മാർച്ച് 21 കെജ്രിവാൾ അറസ്റ്റിലാകുന്നതും കൂടി നമ്മൾ കാണുകയാണ്.